Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Emma was a kind girl. കൈൻഡ് എന്നാൽ അനുകമ്പയുള്ള. എമ ഒരു അനുകമ്പയുള്ള പെൺകുട്ടിയായിരുന്നു. ഹു എമ ഹു ലിവ്ഡ് എമ ജീവിച്ചിരുന്നത് ഇൻ എ സ്മോൾ ടൗൺ ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു. എമ വർക്ക്ഡ് എമ ജോലി ചെയ്തിരുന്നത് ഇൻ എ ബുക്ക് സ്റ്റോർ. ബുക്ക് സ്റ്റോർ എന്നാൽ അർത്ഥം പുസ്തകശാല എന്നുള്ള അർത്ഥമാണ്. പുസ്തക വിൽപ്പനശാല. അവൾ എമ ജോലി ചെയ്തിരുന്നത് ഒരു പുസ്തക വിൽപ്പനശാലയിലായിരുന്നു. ആൻഡ് ലവ്ഡ് റീഡിങ് സ്റ്റോറീസ് കഥകൾ വായിക്കുന്നത് എമ ഇഷ്ടപ്പെട്ടിരുന്നു. എവ്രി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ ഷീ സ്മൈൽഡ് അറ്റ് ദ കസ്റ്റമേഴ്സ് അവൾ ഉപഭോക്താക്കളോട് പുഞ്ചിരിക്കുന്നു. കസ്റ്റമേഴ്സിനോട് പുഞ്ചിരിക്കാറുണ്ടായിരുന്നു. ആൻഡ് ഹെൽപ്പ് ദം ഫൈൻഡ് ബുക്സ് ഹെൽപ്ഡ് എന്നാൽ സഹായിച്ചിരുന്നു. ദം അവരെ കസ്റ്റമേഴ്സിനെ ഉപഭോക്താക്കളെ ഫൈൻഡ് ബുക്സ് പുസ്തകം കണ്ടെത്താൻ. എല്ലാ ദിവസവും രാവിലെ പുഞ്ചിരിച്ചുകൊണ്ട് എമ അവിടെ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരെ സഹായിക്കുമായിരുന്നു. വൺ റെയിനി ആഫ്റ്റർനൂൺ റെയിനി എന്നാൽ മഴയുള്ള, ആഫ്റ്റർനൂൺ എന്നാൽ ഉച്ചതിരിഞ്ഞ്, ഒരു മഴയുള്ള ഉച്ചതിരിഞ്ഞ്. ആ സമയത്ത് എ യങ് മാൻ ഒരു യുവാവ് കെയിം ഇൻ ടു ദ സ്റ്റോർ കടയിലേക്ക് വന്നു. ഒരു ദിവസം ഒരു യുവാവ് ഉച്ചതിരിഞ്ഞുള്ള ഒരു മഴയുള്ള ദിവസം കടയിലേക്ക് വന്നു. ഹിസ് നെയിം വാസ് ഡാനിയൽ അവൻ്റെ പേര് ഡാനിയൽ എന്നായിരുന്നു. ഹീ ലുക്ക്ഡ് വറീഡ് ആൻഡ് ടയേർഡ് അവനെ വിഷമവും ക്ഷീണവും തോന്നുന്നവനായി കാണപ്പെട്ടു. ക്യാൻ ഐ ഹെൽപ്പ് യു ഞാൻ നിങ്ങളെ സഹായിക്കണോ? എമ ആസ്ക്ഡ് എമ ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹായിക്കണോ? യെസ് അതെ. ഡാനിയൽ സെഡ് സോഫ്റ്റ്ലി അവൻ മൃദുവായി പറഞ്ഞു, അല്ലെങ്കിൽ പതുക്കെ പറഞ്ഞു. ഇതൊക്കെ അർത്ഥം. സോഫ്റ്റ്ലി സൗമ്യമായി. അവൻ സൗമ്യമായി കൊണ്ട് പറഞ്ഞു, അതെ. ഐ എം ലുക്കിംഗ് ഫോർ എ ബുക്ക് എബൌട്ട് ഹോപ്പ് പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഞാൻ അന്വേഷിക്കുകയാണ്. ഐ എം ലുക്കിംഗ് ഫോർ എന്നാൽ ഞാൻ അന്വേഷിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ്. എബൌട്ട് ഹോപ്പ് പ്രത്യാശയെക്കുറിച്ചുള്ള. എമ സ്മൈൽഡ് ആൻഡ് ഷോഡ് എമ പുഞ്ചിരിച്ചുകൊണ്ട് കാണിച്ചു. ഷോഡ് എന്നാൽ കാണിച്ചു. ഹിം അവനെ കാണിച്ചു. എ ഫ്യൂ ബുക്സ് കുറച്ച് പുസ്തകങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് എമ അവനെ കാണിച്ചു. ഡാനിയൽ നന്ദി പറഞ്ഞു. ഡാനിയൽ താങ്ക്ഡ് ഹർ ഡാനിയൽ അവളോട് നന്ദി പറഞ്ഞു. ആൻഡ് ബോട്ട് വൺ എന്നിട്ട് അദ്ദേഹം അവളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം വാങ്ങിച്ചു. ബൈ എന്നാൽ വാങ്ങുക, അതിൻ്റെ പാസ്റ്റാണ് ബോട്ട് വൺ ഒന്ന് വാങ്ങിച്ചു. ആഫ്റ്റർ ദാറ്റ് ഡേ ആ ദിവസത്തിന് ശേഷം ഡാനിയൽ സന്ദർശിച്ചു ദ ബുക്ക് സ്റ്റോർ ആ പുസ്തകശാല ഡാനിയൽ സന്ദർശിച്ചിരുന്നു. ഓഫൺ എന്നാൽ പലപ്പോഴും, ഇടയ്ക്കിടെ എന്നൊക്കെയാണ് അർത്ഥം. ഇടയ്ക്കിടെ അതിനുശേഷം ആ ദിവസത്തിന് ശേഷം ഡാനിയൽ ആ പുസ്തകക്കട സന്ദർശിച്ചിരുന്നു. ഹീ ആൻഡ് എമ ബിക്കെയിം ഫ്രണ്ട്സ് ബിക്കം എന്നാൽ ആയിത്തീരുക, അതിൻ്റെ പാസ്റ്റാണ് ബിക്കെയിം. ഹീ ആൻഡ് എമ ബിക്കെയിം ഫ്രണ്ട്സ് അവനും എമയും സുഹൃത്തുക്കളായി തീർന്നു. ദേ ടോക്ക്ഡ് അബൌട്ട് ബുക്സ് അവർ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഡ്രീംസ് അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ആൻഡ് ലൈഫ് അവരുടെ ജീവിതത്തെക്കുറിച്ചും അവർ സംസാരിച്ചു. എമ എൻജോയ്ഡ് സ്പെൻഡിങ് ടൈം വിത്ത് ഹിം എമ അദ്ദേഹത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നത് ആസ്വദിച്ചു. വിത്ത് ഹിം എന്നാൽ അവനോടൊപ്പം, സ്പെൻഡ് എന്നാൽ ചിലവഴിക്കുക, എൻജോയ്ഡ് എന്നാൽ ആസ്വദിച്ചു. വൺ ഈവനിങ് ഒരു ദിവസം വൈകുന്നേരം ഡാനിയൽ ടോൾഡ് ഡാനിയൽ എമയോട് പറഞ്ഞു, ഐ വർക്ക് ഫോർ എ ബിഗ് കമ്പനി ഇൻ ദ സിറ്റി പട്ടണത്തിൽ ഒരു വലിയ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുകയാണ്. എമ വാസ് ഇംപ്രസ്ഡ് എന്നാൽ മതിപ്പ് തോന്നുക. എമ വാസ് ഇംപ്രസ്ഡ് എമക്ക് വളരെ അധികം മതിപ്പ് തോന്നി. അദ്ദേഹത്തോട് എമക്ക് അത് കേട്ടപ്പോൾ മതിപ്പ് തോന്നി. ദ സൗണ്ട്സ് എക്സൈറ്റിംഗ് ഷീ സെഡ് അവൾ പറഞ്ഞു. ഷീ സെഡ് എമ പറഞ്ഞു. ദാറ്റ് സൗണ്ട് എക്സൈറ്റിംഗ് അത് വളരെ ആവേശകരമായി തോന്നുന്നു. ഡാനിയൽ സ്മൈൽഡ് ഡാനിയൽ പുഞ്ചിരിച്ചു. ബട്ട് എന്നാൽ ദോർ വാസ് ഉണ്ടായിരുന്നു. ദോർ വാസ് എ സാഡ്നെസ് ഇൻ ഹിസ് ഐസ് സാഡ്നെസ് എന്നാൽ ദുഃഖം എന്നുള്ള അർത്ഥമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ദുഃഖമുണ്ടായിരുന്നു.
ദ ട്രൂത്ത് വാസ് ഡിഫറെൻറ്റ്. എന്നാൽ സത്യം വ്യത്യസ്തമായിരുന്നു. ഡാനിയൽ ഡിഡ് നോട്ട് വർക്ക് ഫോർ എ ബിഗ് കമ്പനി. ഡാനിയൽ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നില്ല. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ജോബ് 3 months ago. 3 months ago എന്നാൽ 3 മാസങ്ങൾക്ക് മുമ്പ്. ലോസ്റ്റ് എന്നാൽ നഷ്ടമായി. ലോസ് എന്നാൽ നഷ്ടമാവുക. അതിൻ്റെ പാസ്റ്റാണ് ലോസ്റ്റ്, നഷ്ടമായി. 3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഹി വാസ് അഫ്രൈഡ്. അദ്ദേഹം ഭയപ്പെട്ടിരുന്നു ദാറ്റ് എമ വുഡ് തിങ്ക് ലെസ് ഓഫ് ഹിം ഇഫ് ഹി ന്യൂ ദ ട്രൂത്ത്. സത്യം അറിഞ്ഞാൽ എമയ്ക്ക് തന്നെക്കുറിച്ച് മോശമായ അഭിപ്രായമാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ഹി വാസ് അഫ്രൈഡ് ദാറ്റ് എന്നാൽ അദ്ദേഹം അത് ഭയപ്പെട്ടിരുന്നു. എമ വുഡ് തിങ്ക് ലെസ്. എമക്ക് അദ്ദേഹത്തോടുള്ള മതിപ്പ് കുറയുമെന്ന്. ഇഫ് ഷീ ന്യൂ ദ ട്രൂത്ത്. അവൾ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള അർത്ഥം. ഇഫ് ഷീ ന്യൂ ദ ട്രൂത്ത്. അവൾക്ക് സത്യം മനസ്സിലായാൽ. സോ അതുകൊണ്ട് ഹി ടോൾഡ് എ സ്മോൾ ലൈ. ടോൾഡ് എന്നാൽ പറഞ്ഞു. എ സ്മോൾ ലൈ, ഒരു ചെറിയ കളവ്. അതുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ കളവ് പറഞ്ഞു. എ സ്വീറ്റ് ലൈ ഹി കോൾഡ് ഇറ്റ്. അദ്ദേഹം അതിനെ മധുരക്കള്ളം എന്ന് വിളിച്ചു. അതൊരു മധുരമുള്ള കള്ളമാണെന്ന് അദ്ദേഹം വിളിച്ചു. ബട്ട് ഡീപ്പ് ഇൻസൈഡ്. പക്ഷെ മനസ്സിനുള്ളിൽ ഡാനിയൽ ന്യൂ. ഡാനിയലിന് അറിയാമായിരുന്നു ദാറ്റ് ഈവൻ എ സ്വീറ്റ് ലൈ, ഒരു ചെറിയ കളവിന് പോലും കുഡ് ഹേർട്ട് സമ്മൺ വൺ ഡേ. മധുരക്കള്ളം എന്ന് തോന്നുന്ന ഒരു കള്ളം പോലും ഒരു ദിവസം ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുമെന്ന് ഡാനിയലിന് അറിയാമായിരുന്നു. ഡാനിയൽ ന്യൂ എന്നാൽ ഡാനിയലിന് അറിയാമായിരുന്നു. ഈവൻ എ സ്വീറ്റ് ലൈ, ഒരു ചെറിയ മധുരക്കള്ളം പോലും. കുഡ് ഹേർട്ട് എന്നാൽ സാധിക്കും, ആ കളവിന് സാധിച്ചേക്കുമെന്നുള്ള അർത്ഥമാണ്. ഹേർട്ട് എന്നാൽ വേദനിപ്പിക്കാൻ സാധിക്കും. സമ്മൺ ഒരാളെ, വൺ ഡേ ഒരു ദിവസം. ആസ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂ സ്ട്രോങ്ങർ. ആസ് എന്നാൽ ആ സമയത്ത്. ആസ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂ സ്ട്രോങ്ങർ. അവരുടെ സൗഹൃദം കൂടുതൽ ദൃഢമായപ്പോൾ ഡാനിയലിന് തോന്നി മോർ ഗിൽറ്റി. ഗിൽറ്റി എന്നാൽ ഇവിടെ കുറ്റബോധമെന്നുള്ള അർത്ഥമാണ്. കൂടുതൽ കുറ്റബോധം തോന്നി. മോർ ഗിൽറ്റി അദ്ദേഹത്തിന്. ഫെൽറ്റ് എന്നാൽ തോന്നി. അവരുടെ സൗഹൃദം കൂടുതൽ ദൃഢമായപ്പോൾ ഡാനിയലിന് കുറ്റബോധം കൂടിക്കൂടി വന്നു. ഹി വാണ്ടഡ് ടു ടെൽ എമ. അവന് എമയോട് പറയണമായിരുന്നു ദ ട്രൂത്ത്. സത്യം അദ്ദേഹത്തിന് എമയോട് പറയണമെന്നുണ്ടായിരുന്നു. ബട്ട് എന്നാൽ ഹി വാസ് അഫ്രൈഡ് ഓഫ് ലൂസിങ് ഹെർ ഫ്രണ്ട്ഷിപ്പ്. ലൂസിങ് എന്നാൽ നഷ്ടമാകൽ. ഫ്രണ്ട്ഷിപ്പ് എന്നാൽ സൗഹൃദം. ഹി വാസ് അഫ്രൈഡ് എന്നാൽ അവൻ ഭയപ്പെട്ടിരുന്നു. അവളുമായിട്ടുള്ള സൗഹൃദം നഷ്ടപ്പെട്ടേക്കുമോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. വൺ ഡേ ഒരു ദിവസം. എമ പറഞ്ഞു. ഡാനിയൽ, ഐ എം ഹാപ്പി വി മെറ്റ്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഐ ഫീൽ ലൈക്ക് ഐ ക്യാൻ ട്രസ്റ്റ് യു. ട്രസ്റ്റ് എന്നാൽ വിശ്വസിക്കുക. ഫീൽ ലൈക്ക് എന്നാൽ പോലെ, അതുപോലെ തോന്നുന്നു എന്നുള്ള അർത്ഥം. ഐ ഫീൽ ലൈക്ക് എനിക്ക് അതുപോലെ തോന്നുന്നു. ഐ ക്യാൻ ട്രസ്റ്റ് യു എനിക്ക് നിന്നെ വിശ്വസിക്കാം. ഒരു ദിവസം യമ പറഞ്ഞു. ഡാനിയൽ, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് നിന്നെ വിശ്വസിക്കാമെന്ന് തോന്നുന്നു. ഹെർ വേർഡ്സ്. അവളുടെ വാക്കുകൾ മേഡ് ഡാനിയൽസ് ഹാർട്ട് സിങ്ക്. അവളുടെ വാക്കുകൾ ഡാനിയലിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. മെയ്ഡ് എന്നാൽ ആക്കി എന്നുള്ള അർത്ഥമാണ്. വേദനിപ്പിച്ചു. ഡാനിയൽസ് ഹാർട്ട്, ഡാനിയലിൻ്റെ ഹൃദയത്തെ. അവളുടെ വാക്കുകൾ ഡാനിയലിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഇവിടെ സിങ്ക് എന്നതിനർത്ഥം വിഷമത്തിലാക്കി എന്നുള്ള അർത്ഥമാണ്. കുഡ് ഹി കീപ് ഹിസ് സീക്രട്ട്. കുഡ് ഹി കീപ് അദ്ദേഹത്തിന് സൂക്ഷിക്കാൻ സാധിക്കുമോ. ഹിസ് സീക്രട്ട് അദ്ദേഹത്തിൻ്റെ രഹസ്യം, അദ്ദേഹം ഒളിപ്പിച്ചിട്ടുള്ള ആ രഹസ്യം അത് അദ്ദേഹത്തിന് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുമോ. ഓർ അതല്ല, വുഡ് ദ ട്രൂത്ത് കം ഔട്ട്. അതല്ല, സത്യം പുറത്താകുമോ. അദ്ദേഹത്തിന് അവൻ്റെ രഹസ്യം സൂക്ഷിക്കാനാകുമോ. അതല്ല, സത്യം പുറത്തു വരുമോ. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. എമ ആൻഡ് ഡാനിയൽ മെറ്റ്. എമയും ഡാനിയലും കണ്ടുമുട്ടി അറ്റ് എ സ്മോൾ കഫേ. ഒരു ചെറിയ കഫേയിൽ വെച്ച് ഒരു ദിവസം എമയും ഡാനിയലും കണ്ടുമുട്ടി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഡാനിയൽ ലുക്ക്ഡ് നെർവസ്. ഡാനിയലിനെ ഭയപ്പെട്ടവനായി കാണപ്പെട്ടു. ഹി കുഡ് നോട്ട് സ്റ്റോപ്പ്. അവന് നിർത്താൻ സാധിച്ചില്ല.
തിങ്കിങ് എബൌട്ട് ഹിസ് ലൈഫ്. അദ്ദേഹം പറഞ്ഞ കളവിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് നിർത്താൻ സാധിച്ചില്ല. ഹി കുഡ് നോട്ട് സ്റ്റോപ്പ്. അദ്ദേഹത്തിന് നിർത്താൻ സാധിച്ചില്ല. തിങ്കിങ് ചിന്തിക്കുന്നത് എബൌട്ട് ഹിസ് ലൈഫ് അദ്ദേഹത്തിൻ്റെ കളവിനെപ്പറ്റി. അദ്ദേഹം പറഞ്ഞ കളവിനെപ്പറ്റി ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് നിർത്താൻ സാധിച്ചില്ല. ആർ യു ഓക്കെ? നിനക്ക് സുഖമാണോ? എമ ആസ്ക്ഡ്. എമ ചോദിച്ചു. യെസ്, അതെ. ഐ എം ഫൈൻ. എനിക്ക് സുഖമാണ്. ഡാനിയൽ റിപ്ലൈഡ്. ഡാനിയൽ മറുപടി പറഞ്ഞു. ഫോയ്സിങ് എ സ്മൈൽ. മനസ്സിൽ വിഷമമുണ്ടായിരുന്നെങ്കിലും ഡാനിയൽ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അതെ, എനിക്ക് സുഖമാണ്. ബട്ട് എന്നാൽ ഹി വാസ് നോട്ട് ഫൈൻ. അവന് സുഖമല്ലായിരുന്നു, അവൻ വിഷമത്തിലായിരുന്നു. ദാറ്റ് ഈവനിങ് അന്ന് വൈകുന്നേരം എമ റിസീവ്ഡ്. എമക്ക് ലഭിച്ചു എ ഫോൺ കോൾ ഫ്രം ഹെർ ഫ്രണ്ട് സാറ. എമയുടെ സുഹൃത്തായിട്ടുള്ള സാറയുടെ കോള് അന്ന് വൈകുന്നേരം എമക്ക് ലഭിച്ചു. എമ, സാറ സെഡ്. സാറ പറഞ്ഞു. ഐ സോ ഡാനിയൽ യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഡാനിയലിനെ കണ്ടിരുന്നു. സോ എന്നാൽ കണ്ടു. ഹി വാസ് ലുക്കിംഗ് ഫോർ എ ജോബ്. അദ്ദേഹം ഒരു ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ് എ കരിയർ സെൻറ്റർ. അവൻ ഒരു കരിയർ സെൻറ്ററിൽ ജോലി അന്വേഷിക്കുകയായിരുന്നു. എമ വാസ് സർപ്രൈസ്ഡ്. എമ ആശ്ചര്യപ്പെട്ടു. എ ജോബ്, ഒരു ജോലിയോ? ഷീ ആസ്ക്ഡ്. അവൾ ചോദിച്ചു. ബട്ട് എന്നാൽ ഹി വർക്ക്സ് ഫോർ എ ബിഗ് കമ്പനി. അവനൊരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. സാറ ഹെസിറ്റേറ്റഡ്. ഇത് കേട്ട് സാറ ശങ്കിച്ചു. ഹെസിറ്റേറ്റ് എന്നാൽ ശങ്കിക്കുക. സാറ ഹെസിറ്റേറ്റഡ്. സാറ ശങ്കിച്ചു. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എമ ഫെൽറ്റ് കൺഫ്യൂസ്ഡ് ആൻഡ് വറീഡ്. എമ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമായി. ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം. ഷീ മെറ്റ്. അവൾ കണ്ടുമുട്ടി. ഷീ മെറ്റ് ഡാനിയൽ ഇൻ ദ ബുക്ക് സ്റ്റോർ. അടുത്ത ദിവസം എമ ഡാനിയലിനെ ബുക്ക് സ്റ്റോറിൽ വച്ച് കണ്ടുമുട്ടി. ഡാനിയൽ, ക്യാൻ ഐ ആസ്ക് യു സംതിങ്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഷീ സെഡ്. അവൾ പറഞ്ഞു. എമ പറഞ്ഞു. ക്യാൻ ഐ ആസ്ക് യു സംതിങ്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓഫ് കോഴ്സ്. തീർച്ചയായും ചോദിക്കാം. ഹി ആൻസേർഡ്. അവൻ ഡാനിയൽ മറുപടി പറഞ്ഞു. ഡു യു റിയലി വർക്ക് ഫോർ എ ബിഗ് കമ്പനി? യഥാർത്ഥത്തിൽ നീ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടോ? ഡാനിയൽ ബിക്കെയിം സൈലൻറ്റ്. ഡാനിയൽ നിശബ്ദനായി. ഹിസ് ഫേസ് ടേൺഡ് പെയിൽ. പെയിൽ എന്നാൽ വിളറിയ. ഹിസ് ഫേസ്, ഡാനിയലിൻ്റെ മുഖം ടേൺഡ് പെയിൽ. ഡാനിയലിൻ്റെ മുഖം വിളറി വെളുത്തു. ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക്. ഹി വാണ്ടഡ് ടു ടെൽ അനദർ ലൈ. അനദർ ലൈ എന്നാൽ മറ്റൊരു കളവ്. ഒരു നിമിഷത്തേക്ക് അവന് മറ്റൊരു കളവ് പറയണമെന്ന് തോന്നി. ബട്ട് എന്നാൽ ഹി കുഡ് നോട്ട്. അവന് സാധിച്ചില്ല. അവന് മറ്റൊരു കളവ് പറയാൻ സാധിച്ചില്ല. നോ, അല്ല. ഹി സെഡ് ക്വയറ്റ്ലി. നിശബ്ദനായിക്കൊണ്ട് അവൻ പറഞ്ഞു. ഐ ലോസ്റ്റ് മൈ ജോബ്. എൻ്റെ ജോലി എനിക്ക് നഷ്ടമായി. 3 months ago. 3 മാസങ്ങൾക്ക് മുമ്പ്. 3 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ ജോലി നഷ്ടമായി. എമ നോക്കി. എമ ലുക്ക്ഡ് അറ്റ് ഹിം. എമ ഡാനിയലിനെ നോക്കി. വിത്തൗട്ട് സ്പീക്കിംഗ്. ഒന്നും സംസാരിക്കാതെ എമ ഡാനിയലിനെ നോക്കി. ഐ വാസ് എംബാരസ്ഡ്. എംബാരസ് എന്നാൽ ലജ്ജിതനാകുക എന്നുള്ള അർത്ഥമാണ്. ഞാൻ വളരെ ലജ്ജിച്ചിരുന്നു. ഡാനിയൽ കണ്ടിന്യൂഡ്. ഡാനിയൽ തുടർന്നു. ഐ തോട്ട്. ഞാൻ കരുതി. യു വുഡ് നോട്ട് റെസ്പെക്ട് മീ ഇഫ് യു ന്യൂ ദ ട്രൂത്ത്. റെസ്പെക്റ്റ് എന്നാൽ ബഹുമാനിക്കുക. ഐ തോട്ട്. ഞാൻ കരുതി. യു വുഡ് നോട്ട് റെസ്പെക്ട് മീ. നീ എന്നെ ബഹുമാനിച്ചേക്കില്ലെന്ന്. ഇഫ് യു ന്യൂ ദ ട്രൂത്ത്. നീ സത്യം അറിഞ്ഞാൽ. സത്യം നീ അറിഞ്ഞാൽ നീ എന്നെ ബഹുമാനിച്ചേക്കുകയില്ലെന്ന് ഞാൻ കരുതി. സോ അതുകൊണ്ട് ഐ ലൈഡ്. ഞാൻ കളവ് പറഞ്ഞു. ഐ എം സോറി. എനിക്ക് മാപ്പ്. എമ ഫെൽറ്റ് ഹേർട്ട്. എമക്ക് വിഷമം തോന്നി. യു ഷുഡ് ഹാവ് ട്രസ്റ്റഡ് മീ. ട്രസ്റ്റ് എന്നാൽ വിശ്വസിക്കുക. യു ഷുഡ് ഹാവ് ട്രസ്റ്റഡ് മീ. നീ എന്നെ വിശ്വസിക്കണമായിരുന്നു. അതാണ് അർത്ഥം. യു ഷുഡ് ഹാവ് ട്രസ്റ്റഡ് മീ. നീ എന്നെ വിശ്വസിക്കണമായിരുന്നു. ഷീ സെഡ്. എമ പറഞ്ഞു. ഫ്രണ്ട്സ് ഷുഡ് ബി ഓണസ്റ്റ് വിത്ത് ഈച്ച് അതർ. ഈച്ച് അതർ എന്നാൽ പരസ്പരം. ഓണസ്റ്റ് എന്നാൽ സത്യസന്ധതയുള്ള. ഈച്ച് അതർ എന്നാൽ പരസ്പരം. സുഹൃത്തുക്കൾ പരസ്പരം സത്യസന്ധരായിരിക്കണം. ഫ്രണ്ട്സ് ഷുഡ് ബി ഓണസ്റ്റ് വിത്ത് ഈച്ച് അതർ. ഡാനിയൽ ലോവേർഡ് ഹിസ് ഹെഡ്. ലോവർ എന്നാൽ താഴ്ത്തുക എന്നുള്ള അർത്ഥമാണ്. ഡാനിയൽ ലോവേർഡ് ഹിസ് ഹെഡ്. ഡാനിയൽ അവൻ്റെ തല താഴ്ത്തി. യു ആർ റൈറ്റ്. നീ പറഞ്ഞത് ശരിയാണ്. ഹി സെഡ്. അവൻ പറഞ്ഞു. ഡാനിയൽ പറഞ്ഞു. ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാൻ ഒരു തെറ്റു ചെയ്തു. ദർ വാസ് എ സാഡ്നെസ് ഇൻ ബോത്ത് ദെയർ ഹാർട്ട്സ്. ബോത്ത് എന്നാൽ രണ്ടും. ബോത്ത് ദെയർ ഹാർട്ട്സ്. അവരുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ.
ദർ വാസ് എന്നാൽ ഉണ്ടായിരുന്നു, സാഡ്നെസ് എന്നാൽ ദുഃഖം. അവർ രണ്ടുപേരുടെയും ഹൃദയങ്ങളിൽ ദുഃഖം നിറഞ്ഞു. എമ നീഡഡ് ടൈം ടു തിങ്ക്. എമയ്ക്ക് ആലോചിക്കാൻ സമയം വേണമായിരുന്നു. ആസ് ഡാനിയൽ വോക്ക്ഡ് അവേ. ഡാനിയൽ അവിടെ നിന്നും നടന്നു പോയ സമയത്ത് ഹി വണ്ടേർഡ്. ഡാനിയൽ ആശ്ചര്യപ്പെട്ടു അല്ലെങ്കിൽ പരവശനായി ഇതൊക്കെയാണ് അർത്ഥം. ഇഫ് ഹി ഹാഡ് ലോസ്റ്റ് എ വെരി സ്പെഷ്യൽ ഫ്രണ്ട്. എ സ്പെഷ്യൽ ഫ്രണ്ട് ഇതിനർത്ഥം ഒരു പ്രത്യേക വിലപ്പെട്ട സുഹൃത്ത് എന്നുള്ള അർത്ഥമാണ്. ഹി വണ്ടേർഡ് എന്നാൽ അദ്ദേഹത്തിന് സംശയം തോന്നി അല്ലെങ്കിൽ അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി ഒക്കെയാണ് അർത്ഥം. ഇഫ് എന്നാൽ ആണോ അല്ലയോ. ഇഫ് ഹി ഹാഡ് ലോസ്റ്റ് എ വെരി സ്പെഷ്യൽ ഫ്രണ്ട്, ഒരു നല്ല സുഹൃത്തിനെ അദ്ദേഹത്തിന് നഷ്ടമായോ. ഡാനിയൽ നടന്നകന്നപ്പോൾ തൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു സുഹൃത്തിനെ എനിക്ക് നഷ്ടമായോ എന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. എ വീക്ക് പാസ്റ്റ്. ഒരാഴ്ച കടന്നുപോയി. ഡാനിയൽ ഡിഡ് നോട്ട് വിസിറ്റ്. ഡാനിയൽ സന്ദർശിച്ചില്ല ദ ബുക്ക് സ്റ്റോർ. ഒരാഴ്ച കടന്നുപോയി. ഡാനിയൽ ബുക്ക് സ്റ്റോർ സന്ദർശിച്ചില്ല. ഡാനിയൽ ഡിഡ് നോട്ട് വിസിറ്റ്. ഡാനിയൽ സന്ദർശിച്ചില്ല ദ ബുക്ക് സ്റ്റോർ. ഹി തോട്ട്. അവൻ കരുതി. ഡാനിയൽ കരുതി. എമ വാസ് സ്റ്റിൽ ആംഗ്രി വിത്ത് ഹിം. ആംഗ്രി എന്നാൽ ദേഷ്യപ്പെട്ട. എമ ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാണെന്ന് ഡാനിയൽ കരുതി. എവറി ഡേ എല്ലാ ദിവസവും. ഹി മിസ്ഡ് ദെയർ കോൺവെർസേഷൻ ആൻഡ് ഹർ വാം സ്മൈൽ. ഹർ വാം സ്മൈൽ എന്നാൽ അവളുടെ ഊഷ്മളമായ പുഞ്ചിരി എന്നുള്ള അർത്ഥമാണ്. വാം എന്നാൽ ഊഷ്മളമായ, സ്മൈൽ പുഞ്ചിരി. ദയർ കോൺവെർസേഷൻസ് അവരുടെ സംഭാഷണങ്ങൾ. ഹി മിസ്ഡ് അദ്ദേഹം നഷ്ടപ്പെടുത്തി, മിസ് ചെയ്തു. എവറി ഡേ എല്ലാ ദിവസവും. എല്ലാ ദിവസവും അവന് അവരുടെ സംഭാഷണങ്ങളും അവളുടെ ഊഷ്മളമായ പുഞ്ചിരിയും ഏറെ മിസ് ചെയ്തു. മിസ്ഡ് എന്നതിന് ഇവിടെ അർത്ഥം ആ സാന്നിധ്യം, ആ സംഭാഷണവുമില്ല അവളുടെ പുഞ്ചിരിയും അദ്ദേഹത്തിന് ഏറെ അത് പ്രയാസമുണ്ടാക്കി. അതൊന്നും ഇല്ലാത്തത് പ്രയാസമുണ്ടാക്കിയതാണ് അർത്ഥം. ഹി മിസ്ഡ്. എമ ഓൾസോ ഫെൽറ്റ് സാഡ്. എമക്കും ദുഃഖം തോന്നി. ഷീ വാസ് ഹേർഡ് ബൈ ഡാനിയൽസ് ലൈ. ലൈ എന്നാൽ കളവ്. ഡാനിയൽസ് ലൈ എന്നാൽ ഡാനിയലിൻ്റെ കളവ്. ഷീ വാസ് ഹേർട്ട് എന്നാൽ അവൾക്ക് വേദനിച്ചു, അവൾക്ക് മനോവിഷമമുണ്ടായി. ഡാനിയലിൻ്റെ കളവ് അവളെ വേദനിപ്പിച്ചു. ബട്ട് എന്നാൽ ഷീ റിമെമ്പേർഡ് അവൾ ഓർമ്മിച്ചു. ഓൾ ദ കൈൻഡ് തിങ്സ് ഹി ഹാഡ് ഡൺ. ഹി ഹാഡ് ഡൺ എന്നാൽ ഡാനിയൽ ചെയ്തിട്ടുണ്ടായിരുന്ന. ഓൾ ദ കൈൻഡ് തിങ്സ് എന്നാൽ എല്ലാ നല്ല ദയാപൂർവമായിട്ടുള്ള കാര്യങ്ങളും. ഹി ഹാഡ് ഡൺ അവൻ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും അവൾ ഓർത്തെടുത്തു. വൺ ആഫ്റ്റർനൂൺ ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് എമ കണ്ടു. എമ സോ ഡാനിയൽ സിറ്റിംഗ് അലോൺ ഇൻ ദ പാർക്ക്. അലോൺ എന്നാൽ തനിച്ച്. ഒരു ദിവസം ഉച്ചതിരിഞ്ഞുള്ള സമയത്ത് എമ ഡാനിയലിനെ കണ്ടു. ഡാനിയൽ ഒരു പാർക്കിൽ തനിച്ചിരിക്കുകയായിരുന്നു. ഹി ലുക്ക്ഡ് ടയേർഡ് ആൻഡ് ഡിസപ്പോയിൻറ്റഡ്. അവനെ ക്ഷീണിതനും നിരാശനുമായി കാണപ്പെട്ടു. എമ വോക്ക്ഡ്. എമ നടന്നു. ടുവേർഡ് ഹിം. അവന് നേർക്ക് എമ നടന്നു. ഹലോ ഡാനിയൽ. ഷീ സെഡ് സോഫ്റ്റ്ലി. സൗമ്യമായിക്കൊണ്ട് അവൾ പറഞ്ഞു. ഹലോ ഡാനിയൽ. ഡാനിയൽ ലുക്ക്ഡ് അപ്പ് ഇൻ സർപ്രൈസ്. ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഡാനിയൽ മുകളിലേക്ക് നോക്കി. എമ ഹീ സെഡ്. അവൻ പറഞ്ഞു. ഹൗ ആർ യു. എങ്ങനെയുണ്ട്, നിനക്ക് സുഖമാണോ. ഐ ആം ഓക്കെ ഷീ റിപ്ലൈഡ്. എനിക്ക് സുഖമാണ്. എമ മറുപടി പറഞ്ഞു. ക്യാൻ വി ടോക്ക്. നമുക്ക് സംസാരിച്ചാലോ. ഡാനിയൽ നോഡഡ്. ഡാനിയൽ തലയാട്ടി. ദേ സാറ്റ്. അവർ ഇരുന്നു. ദേ സാറ്റ് ഓൺ എ ബെഞ്ച് അണ്ടർ എ ലാർജ് ട്രീ. ലാർജ് ട്രീ എന്നാൽ വലിയ വൃക്ഷം. അണ്ടർ എന്നാൽ താഴെ. ഒരു വലിയ വൃക്ഷത്തിന് താഴെ ഒരു ബെഞ്ചിൽ അവർ ഇരുന്നു. ദേ സാറ്റ് എന്നാൽ ഇരുന്നു. ഐ വാസ് ആംഗ്രി വെൻ ഐ ലേൺ ദ ട്രൂത്ത്. എമ സെഡ്. എമ പറഞ്ഞു. ഐ വാസ് ആംഗ്രി വെൻ ഐ ലേൺ ദ ട്രൂത്ത്. സത്യം മനസ്സിലായപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ദേഷ്യത്തിലായിരുന്നു. നോട്ട് ബിക്കോസ് യു ലോസ്റ്റ് യുവർ ജോബ്. കാരണം നിൻ്റെ ജോലി നിനക്ക് നഷ്ടമായത് കൊണ്ടല്ല. പക്ഷേ ബിക്കോസ് കാരണം യു ലൈഡ് ടു മീ. നീ എന്നോട് കളവ് പറഞ്ഞു. ഡാനിയൽ. ഞാൻ സത്യം അറിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. നിനക്ക് ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, നീ എന്നോട് കളവ് പറഞ്ഞതുകൊണ്ടാണ്. ഐ നോ. എനിക്കറിയാം. ഡാനിയൽ ആൻസേർഡ്. ഡാനിയൽ മറുപടി പറഞ്ഞു. ഐ റിഗ്രറ്റ് ഇറ്റ് എവറി ഡേ.
റിഗ്രറ്റ് എന്നാൽ ഖേദിക്കുക. ഞാൻ എല്ലാ ദിവസവും ഇതിൽ ഖേദിക്കുന്നു. ഈ കളവ് പറഞ്ഞതിൽ ഖേദിക്കുന്നു. എമ ലുക്ക്ഡ് അറ്റ് ഹിം ഫോർ എ മൊമെൻറ്റ്. ഒരു നിമിഷം എമ ഡാനിയലിനെ നോക്കി. വൈ വേർ യു സോ അഫ്രൈഡ് ടു ടെൽ മീ ദ ട്രൂത്ത്? എന്നോട് സത്യം പറയാൻ നിനക്ക് ഇത്രയും ഭയമായിരുന്നത് എന്തുകൊണ്ടാണ്? ഡാനിയൽ സൈഡ്. ഡാനിയൽ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. ബിക്കോസ് കാരണം ഐ ഫെൽറ്റ് ലൈക്ക് എ ഫെയിലിയർ. ഫെയിലിയർ എന്നാൽ പരാജിതൻ. ഫെൽറ്റ് എന്നാൽ തോന്നി. ലൈക്ക് എന്നാൽ ഇതുപോലെ. ഞാനൊരു പരാജയപ്പെട്ട ആളാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഐ ഫെൽറ്റ് ലൈക്ക് എ ഫെയിലിയർ. എ ഫെയിലിയർ എന്നാൽ ഒരു പരാജിതൻ, ഒരു പരാജയപ്പെട്ട വ്യക്തി. ഐ ഫെൽറ്റ് ലൈക്ക് എനിക്ക് തോന്നിയിരുന്നു. ഐ തോട്ട് ഞാൻ കരുതി. പീപ്പിൾ വുഡ് ജഡ്ജ് മീ. ജഡ്ജ് എന്നാൽ വിലയിരുത്തുക. ജനങ്ങൾ എന്നെ വിലയിരുത്തിയേക്കുമെന്ന് ഞാൻ കരുതി. എമ ഷുക്ക് ഹെർ ഹെഡ്. എമ അവളുടെ തല കുലുക്കി. എവരി വൺ ഫേസസ് ഡിഫിക്കൽട്ട് ടൈംസ്. ഡിഫിക്കൽട്ട് ടൈംസ് എന്നാൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ. എല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട്. ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ. ലൂസിങ് എ ജോബ് ഡസ് നോട്ട് മേക്ക് യു എ ഫെയിലിയർ. ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങളെ ഒരു പരാജയപ്പെട്ട ആളാക്കുന്നില്ല. ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട് ഒരാൾ പരാജിതനാകുന്നില്ല. ഇതൊക്കെയാണ് അർത്ഥം. ഡസ് നോട്ട് മേക്ക് എന്നാൽ ആക്കുന്നില്ല, ആക്കി മാറ്റുന്നില്ല. ലൂസിങ് എ ജോബ് ഒരു ജോലി നഷ്ടപ്പെടുന്നത്. ഡാനിയൽ ഫെൽറ്റ് ടിയേഴ്സ് ഇൻ ഹിസ് ഐസ്. ഡാനിയലിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. നോ വൺ ഹാസ് എവർ സെഡ് ദാറ്റ് ടു മീ ബിഫോർ. ബിഫോർ എന്നാൽ മുമ്പ്. നോ വൺ ഹാസ് എവർ സെഡ് എന്നാൽ ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. ടു മീ എന്നോട്. ഹി വിസ്പേർഡ് അവൻ പതുക്കെ പറഞ്ഞു. ഡാനിയൽ പതുക്കെ പറഞ്ഞു. ഈ കാര്യം മുമ്പ് യമ പറഞ്ഞിട്ടുള്ള ആ കാര്യം ഇതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് ഡാനിയൽ എമയോട് പതുക്കെ പറഞ്ഞു. എമ സ്മൈൽഡ് ജെൻലി. ജെൻലി എന്നാൽ സൗമ്യമായിക്കൊണ്ട് എമ പുഞ്ചിരിച്ചു. ഐ വാല്യൂ ഓണസ്റ്റി മോർ ദാൻ സക്സസ്. സക്സസ് എന്നാൽ വിജയം. ഓണസ്റ്റി എന്നാൽ സത്യസന്ധത. വാല്യൂ എന്നാൽ വില കൽപ്പിക്കുക. വിജയത്തേക്കാൾ ഞാൻ സത്യസന്ധതയ്ക്കാണ് കൂടുതൽ വില നൽകുന്നത്. ഷീ സെഡ് അവൾ പറഞ്ഞു. എമ പറഞ്ഞു. വിജയത്തേക്കാൾ സത്യസന്ധതയ്ക്കാണ് ഞാൻ കൂടുതൽ വില കൽപ്പിക്കുന്നത്. ഡാനിയൽ ലുക്ക്ഡ് അറ്റ് ഹർ. ഡാനിയൽ അവളെ നോക്കി. ഡാനിയൽ എമയെ നോക്കി. ഡു യു തിങ്ക് നിനക്ക് തോന്നുന്നുണ്ടോ? യു ക്യാൻ ഫോർഗിവ് മീ. ഫോർഗിവ് എന്നാൽ മാപ്പ് നൽകുക. നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എമ വാസ് ക്വയറ്റ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്. കുറച്ച് നിമിഷത്തേക്ക് എമ നിശബ്ദയായി. ദെൻ ഷീ സ്മൈൽഡ്. ശേഷം പിന്നീട് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. യെസ് അതെ. ഐ ക്യാൻ ഫോർഗിവ് യു. നിനക്ക് മാപ്പ് നൽകാൻ എനിക്ക് സാധിക്കും. ബട്ട് പക്ഷേ പ്രോമിസ് മീ സംതിങ്. ഒരു കാര്യം എനിക്ക് വാക്കു നൽകണം. എന്നോട് ഒരു കാര്യം വാഗ്ദാനം ചെയ്യണം. പ്രോമിസ് എന്നാൽ വാക്കു നൽകുക. എനിത്തിങ് എന്തും. ഡാനിയൽ റിപ്ലൈഡ്. ഡാനിയൽ മറുപടി പറഞ്ഞു. എന്തു കാര്യവും ഞാൻ വാക്കു നൽകാം. നെവർ ഹൈഡ് ദ ട്രൂത്ത് ഫ്രം മീ അഗെയിൻ. അഗെയിൻ എന്നാൽ വീണ്ടും. ഹൈഡ് എന്നാൽ മറച്ചു വെക്കുക. ട്രൂത്ത് എന്നാൽ സത്യം. വീണ്ടും ഒരിക്കലും എന്നിൽ നിന്നും സത്യം മറച്ചു വയ്ക്കരുത്. ഐ പ്രോമിസ് ഞാൻ വാക്കു നൽകുന്നു. ഹീ സെഡ് ഡാനിയൽ പറഞ്ഞു. അതെ ഉറപ്പ്. ഞാൻ വാക്കു നൽകുന്നു. ഞാൻ മറച്ചു വയ്ക്കുകയില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി വീക്സ്. ഒരുപാട് ആഴ്ചകളോളമായി ആദ്യമായി ബോത്ത് ഓഫ് ദം സ്മൈൽഡ്. അവർ രണ്ടുപേരും പുഞ്ചിരിച്ചു. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ആ നിമിഷം ഡാനിയൽ റിയലൈസ്ഡ്. ഡാനിയലിന് ബോധ്യമായി. ഡാനിയൽ മനസ്സിലാക്കി സംതിങ് ഇമ്പോർട്ടൻറ്റ്. പ്രധാനപ്പെട്ട ഒരു കാര്യം ആ നിമിഷം ഡാനിയലിന് ബോധ്യമായി. ഡാനിയൽ മനസ്സിലാക്കി. എ സ്വീറ്റ് ലൈ മേ സീം ഹാംലെസ് അറ്റ് ഫേസ്റ്റ്. ഹാംലെസ് എന്നാൽ നിരുപദ്രവമായ എന്നുള്ള അർത്ഥമാണ്. നിർദോഷമായ. ബട്ട് ദ ട്രൂത്ത് എന്നാൽ സത്യം. ഈവൻ വെൻ ഡിഫിക്കൽട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലും ഈസ് ഓൾവേസ് സ്ട്രോങ്ങർ. ഒരു മധുരക്കള്ളം ആദ്യം നിരുപദ്രവകരമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ സത്യം അത് എത്ര കഠിനമായാലും എപ്പോഴും കൂടുതൽ ശക്തമാണ്. ചിലപ്പോൾ സത്യസന്ധത ഒരു സൗഹൃദ ബന്ധത്തെ രക്ഷിച്ചേക്കാം. എല്ലാ മധുരക്കള്ളങ്ങളും ആദ്യം ദോഷമില്ലാത്തതാണെന്ന് തോന്നിയേക്കാം. പക്ഷേ സത്യം എത്ര കഠിനമായാലും അത് എപ്പോഴും കൂടുതൽ ശക്തമാണ്. ചിലപ്പോൾ സത്യസന്ധതയ്ക്ക് ഒരു സൗഹൃദം പോലും രക്ഷിക്കാനാകും.
സ്വീറ്റ് ലൈ എന്നാൽ മധുരക്കള്ളം. മേ എന്നത് കഴിഞ്ഞേക്കും എന്നുള്ള അർത്ഥമാണ്, സാധ്യതയാണ് പറയുന്നത്. സീം എന്നാൽ തോന്നുക. അറ്റ് ഫസ്റ്റ് എന്നാൽ ആദ്യം. ബട്ട് ദ ട്രൂത്ത് എന്നാൽ സത്യം. ഈവൻ വെൻ ഡിഫിക്കൽട്ട് എന്നാൽ ബുദ്ധിമുട്ടുള്ളപ്പോൾ പോലും, സത്യം കഠിനമാകുന്ന സമയത്ത് പോലും എന്നുള്ള അർത്ഥമാണ്. ബട്ട് ദ ട്രൂത്ത് ഈവൻ വെൻ ഡിഫിക്കൽട്ട്. ഈസ് ഓൾവേസ് സ്ട്രോങ്ങർ എന്നാൽ എപ്പോഴും ശക്തമാണ്. സംടൈംസ് എന്നാൽ ചില സമയങ്ങളിൽ, ചിലപ്പോൾ. ഓണസ്റ്റി എന്നാൽ സത്യസന്ധത. ക്യാൻ സേവ് എന്നാൽ രക്ഷിക്കാൻ സാധിക്കും. ഓണസ്റ്റി ക്യാൻ സേവ്, സത്യസന്ധതക്ക് രക്ഷിക്കാൻ സാധിക്കും എ ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദ ബന്ധത്തെ.